السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ദ സയൻസ് ഓഫ് ലോജിക്, ഇൽമുൽ മന്തിഖ്. ഇൽമുൽ മന്തിഖിലെ ഏറ്റവും പ്രധാന ഭാഗമാണ് അൽ ഖിയാസ്, സില്ലോജിക്സ്. അൽ മന്തിഖു അൽ ഖിയാസു എന്നിവരെ ലോജിക്സിൻ്റെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ദ അൾട്ടിമേറ്റ് പാർട്ട് ഓഫ് ലോജിക് ഈ സില്ലോജിക്സ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഖിയാസ്, ഈ സില്ലോജിക്സ് എന്നതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ആദ്യമായിട്ട് നമുക്ക് ഈ മന്തിഖ് എന്നതിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഖിയാസിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഈ BC 300 കാലഘട്ടങ്ങളിൽ ഈ സോഫിസ്റ്റുകളും സ്കെപ്റ്റിസിസ്റ്റുകളും എല്ലാം വന്ന് ഈ കാണുന്നതെല്ലാം ഉള്ളതല്ല, നീയും ഞാനും ഉള്ളവനല്ല, ഇതെല്ലാം മായയാണ് എന്നെല്ലാം പറഞ്ഞ വികലമായ ചിന്തകൾ അവതരിപ്പിച്ചപ്പോൾ സോക്രട്ടീസ് അന്ന് ക്ലാസ് എടുത്തു കൊടുക്കുകയുണ്ടായി അരിസ്റ്റോട്ടിൽ പോലെയുള്ള ശിഷ്യന്മാർക്ക്. അവർ ചിന്തിച്ച രൂപം ശരിയല്ല എന്ന് പറഞ്ഞ് പല തരത്തിലുള്ള ക്ലാസുകൾ നടത്തപ്പെട്ട ആ ചിന്തകളെ ക്രോഡീകരിച്ചതാണ് അരിസ്റ്റോട്ടിൽ പിന്നീട് ഈ മന്തിഖ്, സയൻസ് ഓഫ് ലോജിക് എന്ന ആ ക്രമീകരണത്തിലൂടെ വന്നത്. ഇത് ശരിക്കൊരു ക്രോഡീകരണമാണ്. മനുഷ്യനിലുള്ള നൈസർഗിക ശേഷിയാണ് ശരിക്ക് ചിന്ത എന്നുള്ളത്. ആ ചിന്ത എങ്ങനെ വരണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിന് ഇതിന് ഓർഡറുകൾ ഉണ്ട്, ചില ക്രമങ്ങളുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്രോഡീകരിച്ചു എന്ന് മാത്രം. യഥാർത്ഥത്തിൽ ഇതൊരു നൈസർഗിക ശേഷിയാണ് മന്തിഖ്, ലോജിക് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഉള്ള സാഹചര്യത്തിലാണ് ഈ മന്തിഖ്, ഈ ലോജിക് രൂപപ്പെടുന്നത്. ഇത് യഥാർത്ഥത്തിൽ മന്തിഖ് കൊണ്ടുള്ള ലക്ഷ്യം, നമ്മൾ ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത് കൊണ്ടുള്ള ലക്ഷ്യമൊക്കെ നേരത്തെ പറഞ്ഞ ലക്ഷ്യം തന്നെയാണ്. ചിന്ത നന്നാക്കലും സമർത്ഥന ശേഷിയും. ഒരു കാര്യം നമുക്ക് സമർത്ഥിക്കണമെങ്കിൽ അതിനുള്ള ശേഷി വർദ്ധിക്കലും എല്ലാം ഈ ലോജിക് പഠിക്കൽ കൊണ്ട് നമുക്ക് സാധ്യമാക്കി എടുക്കാൻ കഴിയും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ പുട്ട് ഭക്ഷണമാണ് എന്നുള്ളതിന് നമ്മൾ അതൊരു സത്യമാണ് എന്ന് തെളിയിക്കാൻ നമ്മൾ എന്ത് പറയും? പുട്ട് അരിപ്പൊടി വേവിക്കപ്പെട്ടതാണ്, അരിപ്പൊടി വേവിക്കപ്പെട്ടതെല്ലാം ഭക്ഷണമാണ്, അപ്പോൾ പുട്ട് ഭക്ഷണമാണ്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ സംശയമോ ഉണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാം, അതിനനുസരിച്ചുള്ള ന്യായങ്ങൾ പറയാം. അപ്പോൾ പുട്ട് ഭക്ഷണമാണ് എന്നുള്ളതിന് നമ്മൾ തെളിവുദ്ധരിക്കണമെങ്കിൽ നമുക്ക് ഈ ലോജിക്കിൻ്റെ ഈ ക്രമീകരണം പഠിച്ചേ തീരൂ. യഥാർത്ഥത്തിൽ ഈ മന്തിഖ് എന്ന് പറയുന്നത്, സയൻസ് ഓഫ് ലോജിക് എന്ന് പറയുന്നത് 2 പാർട്ടാണ്. ഒന്ന് വാക്കുകളെ കുറിച്ചുള്ള പഠനം, മറ്റൊന്ന് വാക്യങ്ങളെ കുറിച്ചുള്ള വാക്യങ്ങളെ സമർത്ഥിക്കലും. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നോക്കുകയാണെങ്കിൽ വാക്കുകളെ കുറിച്ച് പഠിക്കുക എന്ന് പറയുമ്പോൾ, കിരിയാത്ത ഞാൻ ഭക്ഷിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ കിരിയാത്ത എന്ത് എന്നുള്ളത് തിരിയാത്ത ആൾക്ക് എന്ത് മനസ്സിലാവില്ല? ഞാൻ പറഞ്ഞ വാക്യം മനസ്സിലാവില്ല, ഞാൻ ഉദ്ദേശിക്കുന്ന ആശയം മനസ്സിലാവില്ല. അപ്പോൾ ഈ കിരിയാത്ത എന്ന വാക്ക് എന്ത് എന്ന് ആദ്യം പഠിക്കണം. അപ്പോൾ ഓരോ വാക്കുകളുടെയും, നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളുടെയും നിർവചനങ്ങൾ എന്താണ്, ആ വസ്തു എന്ന് പഠിക്കാതെ ഒരു വസ്തുവിനെ പറ്റിയും ഒരു കാര്യത്തെ പറ്റിയും നമുക്ക് ഒരു പൂർണ്ണ ആശയം പറയാനോ അല്ലെങ്കിൽ ആ ഒരു പൂർണ്ണ ആശയം മനസ്സിലാക്കി എടുക്കാനോ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വാക്കുകളെ കുറിച്ചുള്ള പഠനം, അതാണ് തസവുറാത്ത് എന്ന് പറയുന്ന അപ്രഹെൻഷൻ പാർട്ട്, ഫസ്റ്റ് പാർട്ടായ മന്തിഖ്. പിന്നെ അഫർമേഷനാണ്. ഈ വാക്കുകൾ കൂട്ടിച്ചേർത്ത് നമ്മൾ ഉണ്ടാക്കിയ ഒരു ആശയം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ കിരിയാത്ത ഞാൻ ഭക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഈ വാക്യം, ഈ ആശയത്തെ ഞാൻ സമർത്ഥിക്കാൻ, ഇത് പറയാൻ, ഇത് മനസ്സിലാക്കാൻ കൊണ്ടുവരുന്ന ടൂൾസുകൾ പരിചയപ്പെടുത്തുന്ന 2ാമത്തെ പാർട്ടാണ് വാക്യങ്ങളെ പരിചയപ്പെടുത്തുന്ന തസ്ദീഖാത്ത് എന്നുള്ളത്. ഈ തസ്ദീഖാത്ത് തന്നെ ഒരു എവിഡൻസ് എന്നാണ് ഈ മോഡേൺ ഫിലോസഫിയുടെ ഫാദറായ റെനെ ദെക്കാർത്തയൊക്കെ പറയുന്നത്. ഈ ഹുജ്ജത്തിന്റെ പാർട്ടിനെ, തസ്ദീഖാത്തിന്റെ പാർട്ടിനെ പറ്റി എവിഡൻസ് എന്നാണ്, ടോട്ടലി എവിഡൻസ് പാർട്ട് എന്നാണ് അദ്ദേഹം എല്ലാം വിശേഷിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഫ്രെഡറിക് ഹീഗലിനെ പോലത്തെ ആളുകൾ എവിഡൻസ് എന്നത് ഖിയാസ് എന്നതിന് മാത്രമാണ് എന്ന് പറഞ്ഞ ആളുകളും ഉണ്ട്.
അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ റെനെ ദെക്കാർത്തെ 2 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് മന്തിഖിനെ, ഖിയാസ് എവിഡൻസിനെ, മുബാഷിറും ഗൈറു മുബാഷിറും, അതായത് ഡയറക്റ്റ് എവിഡൻസും ഇൻഡയറക്റ്റ് എവിഡൻസും. ഇപ്പോൾ ഒരു സെന്റൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പുട്ട് ഭക്ഷണമാണ് എന്നുള്ള സെന്റൻസ് തന്നെ എടുത്തു നോക്കിയാൽ പുട്ടല്ലാത്തതെല്ലാം ഭക്ഷണമല്ലാത്തതാണ് എന്നുള്ളത് തെളിഞ്ഞാൽ നമുക്ക് ഉറപ്പാവുമല്ലോ പുട്ട് ഭക്ഷണമാണ് എന്നുള്ളത്. അപ്പോൾ ഇതൊരു ഡയറക്റ്റ്, ഈ പുട്ട് ഭക്ഷണമാണ് എന്ന സെന്റൻസിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇത് സത്യമാണോ നുണയാണോ എന്നുള്ളത് കണ്ടെത്തുകയാണ്. പുട്ടല്ലാത്തതെല്ലാം ഭക്ഷണമല്ലാത്തതാണ് എന്നുള്ള നേരെ ഇതിനെ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് നേരെ മനസ്സിലാക്കാൻ പറ്റുമെന്ത് പുട്ട് ഭക്ഷണമാണ് എന്ന് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്ന്. അപ്പൊ ഇതൊരു ഡയറക്റ്റ് എവിഡൻസ് ആണ് എന്ന് ഇതുകൊണ്ട് മനസ്സിലായി. പിന്നെ ഇൻഡയറക്റ്റ് എവിഡൻസ് എന്ന് പറയുന്നത് 3 തരത്തിൽ ഉണ്ട് എന്ന് മന്തിഖിന്റെ ആളുകൾ പഠിപ്പിച്ചത്. ഒന്ന് ഇൻഡക്ഷനായി ഇസ്തിഖ്റാ, രണ്ടാമത്തത് അനാലജി തെംസീൽ, പിന്നെ സില്ലോജിക്സ് ഖിയാസ്. ഇതിൽ ഇസ്തിഖ്റാ എന്ന് പറഞ്ഞാൽ പല വസ്തുക്കളെയും പറ്റി പഠിച്ചിട്ട് ഒരു വിധി കണ്ടെത്തുക. ഇതിനെല്ലാം ഇങ്ങനെയാണ്, അപ്പോൾ എല്ലാം ഇങ്ങനെയുള്ള എല്ലാ വസ്തുക്കളും ഈ തരത്തിൽ തന്നെ ഉള്ളതാണ് എന്ന ഒരു പരിശോധന, ഒരു റിസർച്ച് ആണ് ഇൻഡക്ഷൻ ഇസ്തിഖ്റാ എന്ന് പറയുന്നത്. പിന്നെ അനാലജി എന്ന് പറയുന്നത് തുലനം ചെയ്ത് ഈ വസ്തു ആ വസ്തുവിനെ പോലെയാണ് എന്ന് സമർത്ഥിക്കുന്ന ശൈലിയും. പിന്നെ ഖിയാസ് സില്ലോജിക്, ഇതാണ് അൾട്ടിമേറ്റ് എവിഡൻസ് ആയിട്ട് എല്ലാവരും മന്തിഖിന്റെ ആളുകൾ മുഴുവൻ ഉദ്ധരിച്ച തെളിവ്, സില്ലോജിക്സ് ഖിയാസ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഖിയാസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് മന്തിഖ് എന്ന പേര്, മന്തിഖിന് മലയാളത്തിൽ തർജ്ജമ ചെയ്യാറുള്ളത് തർക്കശാസ്ത്രം എന്നാണ്. തർക്കശാസ്ത്രം എന്ന് പറയുന്നതിനേക്കാൾ അവിടെ ഒന്നുകൂടെ യോജിപ്പ് യുക്തിവിചാരശാസ്ത്രം എന്ന് പറയുന്നതായിരിക്കും. കാരണം ഇതിൻ്റെ വിഷയങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ യുക്തിവിചാരശാസ്ത്രം എന്ന പേരിനേക്കാൾ യോജിച്ച മറ്റൊരു പേര് നമുക്ക് ഈ തർക്കശാസ്ത്രമായിട്ട് ഒരു തരത്തിലും തോന്നുകയില്ല. അപ്പോൾ ഈ ഖിയാസ് എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട്. ഇഖ്തിറാനിയുണ്ട്, ഇസ്തിസ്നായിയുണ്ട്, ഖിയാസ് മുസാവാത്തുണ്ട്. ഇങ്ങനെ 3 തരത്തിലുണ്ട്. അപ്പോൾ ഈ ഇഖ്തിറാനിയെ പറ്റി കപ്പിൾഡ് എവിഡൻസ് എന്ന് പറയും. കപ്പിൾഡ് എവിഡൻസ് എന്ന് പറയാനുള്ള കാരണം 2 സെന്റൻസുകൾ കൂട്ടിച്ചേർത്തിട്ടാണ് ഇതിൻ്റെ കൺക്ലൂഷൻ, ഇതിൻ്റെ ആൻസർ അല്ലെങ്കിൽ നതീജ നമ്മൾ കണ്ടെത്തുന്നത്. ഇപ്പോൾ പുട്ട് അരിപ്പൊടി വേവിക്കപ്പെട്ടതാണ്, അരിപ്പൊടി വേവിക്കപ്പെട്ടതെല്ലാം ഭക്ഷണമാണ് എന്ന 2 സെന്റൻസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പുട്ട് ഭക്ഷണമാണ് എന്നുള്ള കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത് ഒരു കപ്പിൾഡ് സെന്റൻസിന്റെ ആവശ്യകത ഇവിടെ വന്നുകൊണ്ട് കപ്പിൾഡ് എവിഡൻസ് എന്ന് ഇതിനെപ്പറ്റി പറയുന്നു. പിന്നെ എക്സ്ക്ലൂഷണൽ എവിഡൻസ് ആണ്. എക്സ്ക്ലൂഷണൽ എവിഡൻസ് എന്ന് പറയുന്നത് ഖിയാസ് ഇസ്തിസ്നാഇ എന്ന് പറയും. ഇപ്പോൾ ഒരു കുറുന്തോട്ടി, ഇത് കുറുന്തോട്ടിയാണെങ്കിൽ സസ്യമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഇത് കുറുന്തോട്ടിയാണെങ്കിൽ സസ്യമാണ്. സസ്യം ഇത് പ്രിമൈസ് ആണ്. ഇതിൻ്റെ മുഖദ്ദമായിട്ട് ഫസ്റ്റ് സെന്റൻസ് ആയിട്ട് നമ്മൾ ആൻസറായി വരാൻ പോകുന്ന സാധനത്തെ തന്നെ ഫസ്റ്റ് പറയുക എന്നുള്ളതാണ് ഈ ഖിയാസ് ഇസ്തിസ്നാഇന്റെ മാനദണ്ഡം. അപ്പോൾ ഇങ്ങനെ പറയുന്ന ഈ ഇത് കുറുന്തോട്ടിയാണെങ്കിൽ സസ്യമാണ്, യഥാർത്ഥത്തിൽ ഇത് സസ്യമാണ്, അപ്പോൾ ഇത് കുറുന്തോട്ടിയാണ് എന്ന് പറഞ്ഞ ഒരു എക്സ്ക്ലൂഷണൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് പറയുന്ന എവിഡൻസുകളെ പറ്റി ഖിയാസ് ഇസ്തിസ്നാഇ എന്ന് പറയും. പിന്നെ ഈ മൂന്നാമത്തത് ഖിയാസ് മുസാവാത്ത്, ഇക്വലന്റ് എവിഡൻസ് എന്ന് പറയുന്നത് ചില പദങ്ങളെ മാത്രം പരിമിതപ്പെടുത്തി നടത്തുന്നതാണ്. മുസാവിൻ ഒരു വസ്തുവിനോട് സമമായത് മറ്റൊരു വസ്തുവിനോട് സമമായിരിക്കുമെന്ന് പറയുന്ന ഇത് ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ എൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദാണ് എന്ന് പറയുന്ന പോലെ ഒരു സെൻട്രൽ ഫിഗറിനെ ആദ്യം വെച്ചിട്ട് എവിഡൻസ് കണ്ടെത്തുന്നതിനെ പറ്റിയാണ് ഖിയാസ് മുസാവാത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സെയ്ദ് അമ്രിനോട് സമമാണ് നീളത്തിൽ. ഇനി അമ്ര ബാക്കറിനോട് സമമാണ് നീളത്തിൽ. അപ്പോൾ നതീജയായിട്ട് എന്ത് കിട്ടി? നീളത്തിൽ സെയ്ദ് ബാക്കറിനോട് സമമാണ് എന്നുള്ളത് കിട്ടി. ഇപ്പോൾ സെയ്ദും ബാക്കറും നീളത്തിൽ സമമാണ് എന്നുള്ള ഈ ആൻസർ കിട്ടിയത് ഈ നീളം എന്നതിനെ
നീളത്തിൽ സമമായത് സമം തന്നെ ആയിരിക്കും എന്നുള്ള ഈ ഒരു സെൻട്രൽ ഫിഗർ വെച്ചിട്ടാണ് ഈ ഖിയാസ് മുസാവാത്തിനെ ഇവിടെ നമ്മൾ കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ ഈ ഖിയാസ് മുസാവാത്തിനെ പറ്റി ഫെഡറൽ ഹീഗൽ എല്ലാം പറഞ്ഞത് ഇത് ഖിയാസ് ഇഖ്തിറാനിയിൽ, അതായത് കപ്പിൾഡ് എവിഡൻസിൽ തന്നെ പെടുത്തിയാൽ മതി എന്നാണ് ഫെഡറൽ ഹീഗലിനെ പോലത്തെ ഫിലോസഫിക്കൽ മാസ്റ്റേഴ്സ് എല്ലാം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഖിയാസ് എന്നുള്ളത് പഠിക്കൽ ഈ സയൻസ് ഓഫ് ലോജിക്കിൻ്റെ എന്ന് മാത്രമല്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ വലിയ ഭാഗം തന്നെയാണ്. കാരണം ഏതൊരു കാര്യവും നമുക്ക് സമർത്ഥിക്കണമെങ്കിൽ നമ്മുടെ മൈൻഡിൽ ഓടിയ പ്രിമൈസ് 1ഉം പ്രിമൈസ് 2വിനും ശേഷമുള്ള കൺക്ലൂഷൻ ആയിരിക്കും നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഖിയാസ് എന്നുള്ളത് ദൈനംദിന ജീവിതത്തിലെ ഏറ്റവും വലിയ ഉപയോഗ വസ്തുവാണ് എന്നുള്ളത് കൊണ്ട് മന്തിഖിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി എന്ന് മാത്രം പറഞ്ഞു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.